ഹായ് ഓൾ, നമ്മൾ ഒരുപാട് ക്രോപ്സിൻ്റെ ക്വാളിറ്റി സീഡ് പ്രൊഡക്ഷൻസ് ഒക്കെ കണ്ടു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്രോപ്സിൻ്റെ സീഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ് നോക്കുന്നത്. അതിനകത്ത് തന്നെ വളരെയധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രോസസ്സുകളെക്കുറിച്ച് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സുകളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇനിയുള്ള താഴേക്കുള്ള ക്രോപ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടേബിൾ നോക്കുമ്പോൾ അറിയാം അല്ലേ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ബാക്കി ഇല്ലാത്ത കോളംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഫില്ല് ചെയ്തെടുക്കണം. കാരണം അത് ഈസിയാണ്. ഇതുവരെയുള്ള സെക്ഷൻസൊക്കെ കടന്നു പോയിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത PDF തന്നെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് അതെന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ ക്രോപ്പാണ് കോട്ടൺ. കോട്ടൻ്റെ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ചിലപ്പോൾ പരുത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്, നല്ല ഹൈറ്റിൽ പോയിട്ട് ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനത്തെ അല്ല, അത്രയും ഹൈറ്റ് ഉള്ളതല്ല ശരിക്കും കോട്ടൺ പ്ലാന്റ് നമ്മൾ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നോർത്ത് ആന്ധ്ര, മഹാരാഷ്ട്ര, അങ്ങനെ കർണാടക ആ ഒരു ഏരിയയിലോട്ടൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ കുറവാണ്. അങ്ങനെ സെൻട്രൽ ഇന്ത്യ ടു നോർത്തേൺ ഇന്ത്യയിലൊക്കെ പോകുമ്പോഴത്തേക്കും കോട്ടണും സോയാബീനൊക്കെ ഒരുപാട് അവർ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഞാൻ മഹാരാഷ്ട്രയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഹോസ്റ്റ് ഫാർമറിൻ്റെ ഫീൽഡാണ് ഇത്. അവരുടെ കോട്ടൺ പ്ലാന്റാണ്. അപ്പോൾ ഇത് ഫ്ലവറിങ് ഒന്നും ആയിട്ടില്ല, അതിന് മുന്നേ എടുത്തൊരു ഫീൽഡാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒത്തിരി ലാർജ് ഏരിയയിലായിരിക്കും അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് അഡാപ്റ്റഡ് ആകുന്നതും അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് അവിടെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ബഡ് സ്റ്റേജ്. ആദ്യം നമ്മുടെ ഒരു കായ പോലെ ആയിരിക്കും അതിൻ്റെ ബഡ് വരിക. അത് അവസാനം പൊട്ടിയിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെ പൊട്ടിയിട്ട് ഈ പൂ പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഒരു വെള്ള ആ പഞ്ഞി പോലിരിക്കുന്നത് അതിനെയാണ് നമ്മൾ കോട്ടണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു കോട്ടൺ ഫീൽഡിൽ അല്ലെങ്കിൽ കോട്ടൺ പ്ലാന്റിൽ കോട്ടൺ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവുക. ഇത് നോക്കിയാൽ ഹാർവെസ്റ്റിംഗ് ടൈം ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ ആയിരിക്കും ഹാർവെസ്റ്റിംഗ് ടൈമിൽ. അപ്പോൾ ഇത് ഒത്തിരി ആദ്യം ഒരു തവണ ഫുള്ള് പിക്ക് ചെയ്തെടുക്കും. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്ന ബഡുകളുണ്ടാവും. പിന്നെ അത് വീണ്ടും ഒരു കായ, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഫ്ലവർ ഒരു കായയായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ആ കായ പൊട്ടിയതിന് ശേഷം അതിനകത്താണ് ഈ പഞ്ഞി പോലുള്ള സാധനം ഉണ്ടാവുക. അപ്പോൾ ആ കായ നിൽക്കുന്ന സ്റ്റേജ് ആയിരിക്കും. കായ നിൽക്കുന്നത് ഇങ്ങനെ പൊട്ടിയതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഈ പൊട്ടിയ ഈ പഞ്ഞി ആദ്യം ശേഖരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആ കായകൾ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഒരു 3, 4 ചിലപ്പോൾ 5 പ്രാവശ്യമൊക്കെ ഫുള്ളായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്ലാന്റിൽ നിന്ന് മൊത്തമായിട്ട് നമുക്ക് പഞ്ഞി കിട്ടത്തുള്ളൂ. അപ്പോൾ 2-3 ഹാർവെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് ഇതുപോലെ കോട്ടൺ ഫീൽഡിൽ ഉണങ്ങി തുടങ്ങും. അപ്പോൾ ഈ കോട്ടണൊക്കെ പിക്ക് ചെയ്തെടുക്കും. സാധാരണ കൈ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഇതാണ് ഈ ഒരു ഒറ്റ കായ തുറന്നു വരുന്ന ആ ഒരു ഇത് ബോളെന്നാണ് ഇതിനെ പറയുക കേട്ടോ. കോട്ടൺ ബോളെന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഈ ഒരു ബോളിനകത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു 5 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഒരു സീഡ് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ക്വാളിറ്റി സീഡ് പ്രൊഡക്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് എന്താണ്, അതിൻ്റെ സീഡാണ്. അപ്പോൾ സാധാരണഗതിയിൽ കോട്ടൺ ആണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ സീഡിന് എടുത്തും കളയുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ പഞ്ഞിയാണ് സാധാരണഗതിയിൽ എടുക്കുക. അപ്പം നമുക്ക് ആവശ്യം എന്താണ്, ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളയും സീഡുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയേ, നമുക്കറിയാം. അപ്പോൾ ഈ പഞ്ഞിയോട് ഒട്ടിയായിരിക്കും അതിൻ്റെ സീഡ് ഇരിക്കുക അല്ലേ. അപ്പോൾ സീഡ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതേ നോക്കി ആദ്യം കാണുന്ന പിക്ചറിലുള്ള പോലെ സീഡിൻ്റെ പുറത്ത് ഇതുപോലെ പഞ്ഞിയുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സീഡ് പ്രൊഡക്ഷന് ഈ പഞ്ഞിയുടെ ആവശ്യമില്ല. പഞ്ഞി നമുക്ക് വേണ്ട, കളയണം. അപ്പോൾ കളഞ്ഞിട്ട് ഇതുപോലത്തെ നല്ല സീഡാക്കി മാറ്റണം.
അപ്പോൾ അതിനെയാണ് ആസിഡ് ഡിലിറ്റിംഗ് ഇൻ കോട്ടൺ എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ആസിഡ് ഡിലിറ്റിംഗ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ആസിഡ് ഉപയോഗിച്ച് ഈ സീഡിൽ പറ്റിയിരിക്കുന്ന പഞ്ഞി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ആസിഡ് ഡിലിറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. ഫോർ ഡിലിറ്റിംഗ് 1 kg ഓഫ് ഫസി സീഡ് 100 ml ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് റിക്വയർഡ്. നോക്കിയേ, ആസിഡ് ഡിലിറ്റിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ 1 kg കോട്ടണോട് കൂടിയ സീഡ്, അതാണ് ഫസി സീഡ് എന്ന് പറയും. ആ സീഡിനായിട്ട് നമ്മൾ 100 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് എടുക്കുക. അപ്പോൾ 1 kg ഫസി സീഡിന് 100 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? ടേക്ക് എൻ എംപ്റ്റി പ്ലാസ്റ്റിക് ബക്കറ്റ് ഓർ ഇനാമൽ ബക്കറ്റ് ആൻഡ് പോർ ദ ആസിഡ് യൂണിഫോംലി ഓവർ ദ സീഡ്സ്. അപ്പോൾ നമ്മൾ ഒരു ഇനാമൽ ബക്കറ്റോ പ്ലാസ്റ്റിക് ബക്കറ്റോ എടുക്കണം. അപ്പോൾ സാധാരണ മെറ്റൽ ബക്കറ്റ്സ് ഒന്നും എടുക്കാത്തതുകൊണ്ട് ഈ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാത്ത സാധാരണ ഈ മെറ്റൽ ബക്കറ്റ്സ് ഒന്നും എടുക്കാത്തത്. അപ്പോൾ പ്ലാസ്റ്റിക് ബക്കറ്റ്സോ ഇനാമൽ ബക്കറ്റോ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 1 kg സീഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 100 ml സൾഫ്യൂരിക് ആസിഡ് ആ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ആ സീഡ് ആ ബക്കറ്റിൽ എടുത്ത് വെക്കണം. അതിനുശേഷം ആ സീഡിലേക്ക് നമ്മൾ 100 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 kgക്കാണ് 100 ml. അപ്പോൾ 2 kg എടുക്കുകയാണെങ്കിൽ 200 ml. അങ്ങനെ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ എടുക്കുന്ന കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഫസി സീഡിലേക്ക് 1 kg ഫസി സീഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. Then stir vigorously and constantly with a wooden stick or for 2 to 3 minutes. എന്ത് ചെയ്യണം? നമ്മൾ സീഡിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് അതിനെ നല്ല രീതിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. Stir till the first sticking to the seeds is completely digested and the seed coat attains a dark brown color of coffee powder. ഓക്കെ, നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് ഒഴിച്ചത്. അപ്പോൾ അല്ലേ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എല്ലാം ഇങ്ങനെ എന്താണ് ഡൈജസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വിഗറസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സീഡിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന ആ ഫസ് അല്ലെങ്കിൽ ആ കോട്ടൺ എന്തായിപ്പോവും? സൾഫ്യൂരിക് ആസിഡിൽ ഡൈജസ്റ്റ് ആയിപ്പോവും. അപ്പോൾ സീഡിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന ആ കോട്ടൺ നൂറ് കൂട്ടത്തെ സാധനം ഇങ്ങനെ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആയി പോകുമ്പോൾ നമ്മുടെ ആവശ്യമുള്ള സീഡ് അപ്പിയർ ആവാൻ തുടങ്ങും. അപ്പോൾ ഡാർക്ക് ബ്രൗൺ കളറ്, അതായത് നമ്മുടെ കോഫി പൗഡറിൻ്റെയൊക്കെ കളറില്ല, ആ അത്തരത്തിലുള്ള ഒരു കളറ് വരുന്ന ഒരു സീഡ് കട്ട് തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. Then wash the seeds with water for 5 to 6 times to remove all the traces of the acid. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സീഡ്, ആ കളറിലുള്ള സീഡ് നമുക്ക് കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഉപയോഗിച്ച് സീഡിനെ നന്നായിട്ട് കഴുകണം. ഒരു 5-6 തവണയെങ്കിലും കഴുകണം. എന്തിനാണ് കഴുകുന്നതെന്ന് അറിയാമോ? സീഡിൻ്റെ പുറത്തുള്ള ആസിഡിൻ്റെ എല്ലാ കണ്ടൻറ്റും ട്രേസസ് എമൗണ്ടിലുണ്ടെങ്കിൽ പോലും അതെല്ലാം കഴുകി കളയണം. All the ill-filled, damaged, insect attacked, diseased, broken, very small and immature seeds that are floating are to be removed. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന സീഡിനെ നമ്മൾ എന്ത് ചെയ്യും? വയബിൾ അല്ലാത്തത് കൊണ്ട് അതിനെ പറക്കി കളയും അല്ലേ. ഇപ്പോൾ ഡാമേജ്ഡോ ഇൻസെക്റ്റ് അറ്റാക്ക്ഡോ ഡിസീസ്ഡോ അങ്ങനെ അല്ലെങ്കിൽ പൊട്ടിപ്പോയത് അങ്ങനെയുള്ള സീഡുകളൊക്കെ മുകളിൽ ഇങ്ങനെ പൊന്തി വരുന്നതിനൊക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തുകൊണ്ടിരിക്കണം. The good, well-filled and healthy seeds that remain at the bottom of the bucket alone should be taken. അപ്പോൾ താഴെ വെള്ളത്തിൻ്റെ അടിയിൽ താഴ്ന്നു കിടക്കുന്ന സീഡിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും? ഹെൽത്തി സീഡാണ്, അതാണ് വയബിൾ സീഡ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് ഷെയ്ഡ് ഡ്രൈ ദ സീഡ്സ്, ദെൻ സൺ ഡ്രൈ ദ സീഡ്സ്. അപ്പോൾ കഴുകി ഒരു 5-6 തവണ കഴുകി മുകളിൽ പൊന്തി കിടന്ന സീഡിനെയൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. അടി കിടക്കുന്ന സീഡിന് ആദ്യം നമ്മൾ ഷെയ്ഡ് ഡ്രൈ ചെയ്യണം. ഷെയ്ഡ് ഡ്രൈ ചെയ്തതിന് ശേഷം സൺ ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആസിഡ് ഡിലിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആസിഡ് ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് എടുക്കുന്നത്. പ്രിക്കോഷൻസ് വൈൽ ഡൂയിങ് ആസിഡ് ഡിലിറ്റിങ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഡൂ ദ ആസിഡ് ഡിലിറ്റിങ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ.
നമ്മളെപ്പോഴും സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കെയർ നമ്മൾ എടുക്കണം. നമ്മുടെ കൈയൊക്കെ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ദേഹത്തൊന്നും വീഴാത്ത രീതിയിലൊക്കെ എടുക്കണം. ഒരുപാട് കെയർ നമ്മൾ എടുക്കണം. യൂസ് ഓൺലി പ്ലാസ്റ്റിക് ബക്കറ്റ്സ് വേണം എടുക്കാൻ. അപ്പോൾ മെറ്റൽ ബക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബക്കറ്റ്സ് ആണ് നമ്മൾ എടുക്കുക. ഡു നോട്ട് യൂസ് മെറ്റീരിയൽസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ കൊണ്ടുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. ഡു നോട്ട് സ്റ്റിർ ബിയോണ്ട് 2 to 3 minutes, otherwise there are chances of seed injury and death of seeds. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെയാണ് സ്റ്റിർ ചെയ്യാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ കൂടുതലായിട്ട് സ്റ്റിർ ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഫസ് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞു പിന്നെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സീഡിനും കേടുപാടുകൾ വന്നു തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ആസിഡ് ഡിലിമിറ്റിംഗ്. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. എക്സ്റ്റേണൽ സീഡ് ബോൺ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആർ എലിമിനേറ്റഡ്. നോക്കി, സീഡിൻ്റെ പുറത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഡിസീസ് കോസിങ് ഏജൻറ്റ്സ് അതിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് വഴി ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എലിമിനേറ്റ് ആയി പോകും. എഗ്സ്, ലാർവ ആൻഡ് പ്യൂപ്പ ഓഫ് ബോൾവർം പ്രസൻറ്റ് ഓൺ ദ സീഡ് കോട്ട് ആർ ഡിസ്ട്രോയ്ഡ്. ബോൾവർമാണ് നമ്മുടെ കോട്ടൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എഗ്ഗോ ലാർവയോ പ്യൂപ്പയോ എന്തെങ്കിലും സീഡ് കോട്ടിൽ ഉണ്ടെങ്കിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോവും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സെപ്പറേറ്റ് ഇമ്മെച്യൂർ, ബ്രോക്കൺ, ഇൽ ഫിൽഡ്, കട്ട് ആൻഡ് ഡാമേജ്ഡ് ആൻഡ് ഷ്രിവൽഡ് സീഡ്സ്. അപ്പോൾ എന്താണ് ചീത്തയായിട്ടുള്ള ഇമ്മെച്യൂർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ളതോ ചുളുങ്ങിയിട്ടുള്ള സീഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആസിഡ് ഡിലിമിറ്റിംഗ് കഴിയാറാകുമ്പോൾ നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ പൊങ്ങിക്കിടക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് കളയാൻ കഴിയും. മേക്ക് സീഡ് ട്രീറ്റ്മെൻറ്റ് മോർ ഇഫക്റ്റീവ് ആൻഡ് ഈസി. സീഡ് ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഇഫക്റ്റീവും ഈസിയായി മാറും. ആൻഡ് ഫെസിലിറ്റേറ്റ് ഈസി സോയിങ് ആൻഡ് ഹാൻഡിലിംഗ്. അപ്പോൾ ആ ഫസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സാധാ സീഡ് ഹാൻഡിൽ ചെയ്യുന്ന തൊട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഫസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ സോ ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ജെർമിനേഷൻ ആൻഡ് യൂണിഫോമിറ്റി ഇൻ ജെർമിനേഷൻ. അപ്പോൾ ആ ഫസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ജെർമിനേഷനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, യൂണിഫോമായിട്ട് ജെർമിനേഷൻ നടക്കും. അപ്പോൾ ഇത്രയാണ് ആസിഡ് ലിമിറ്റിങ്ങിൻ്റെ കാര്യം. ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് ടൊമാറ്റോയുടെ ഒരു പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ടൊമാറ്റോ സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് റൈപ്പൻ ചെയ്ത സ്റ്റേജിൽ വേണം നമ്മൾ ടൊമാറ്റോയെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ടൊമാറ്റോയുടെ സീഡ് എക്സ്ട്രാക്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സീഡ് എക്സ്ട്രാക്ഷൻ ഓഫ് ടൊമാറ്റോ. അപ്പോൾ വെൽ മെച്യൂർഡ് ഫ്രൂട്ട്സ് ആർ ക്രഷ്ഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു പൾപ്പ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള സീഡ് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത ടൊമാറ്റോയാണ് ഹാർവെസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ എടുത്ത നന്നായിട്ട് മെച്യൂർഡ് ആയിട്ടുള്ള അങ്ങനെ എടുത്ത ആ ഫ്രൂട്ടിനെ എന്ത് ചെയ്യണം, ക്രഷ് ചെയ്ത് പൾപ്പെടുക്കണം. ഫോർ എവറി 1 kg ഓഫ് പൾപ്പ് 25 to 30 ml of commercial HCl acid should be added and left for 30 minutes with constant stirring. നോക്കിയേ, ഇവിടെ നമ്മൾ പൾപ്പാക്കി മാറ്റി അല്ലേ. പൾപ്പാക്കി മാറ്റിയതിന് ശേഷം 1 കിലോ പൾപ്പിന് നമ്മൾ എത്ര ആസിഡാണ് എടുക്കുന്നത്, 25 to 30 ml ഓഫ് HCl, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ എടുക്കുക. അപ്പം ആസിഡിൻ്റെ കോട്ടൻ്റെ കേസിൽ നമ്മൾ ഇതെടുത്ത് സൾഫ്യൂരിക് ആസിഡ് എടുത്താണ്. ടൊമാറ്റോയിൽ സീഡ് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് HCl ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് രണ്ടും നമ്മൾ തിരിഞ്ഞു പോരുത്, ഓർത്തിരിക്കണം. ഇവിടെ 1 kg പൾപ്പിന് 25 to 30 ml HCl എടുക്കുന്നു. അത് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 30 മിനിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിർ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. At the end of 30 minutes, the seeds are washed for 3 to 4 times with water. 30 മിനിറ്റ് നമ്മൾ HCl ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി കഴിഞ്ഞിട്ട് ഈ 30 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ആ സീഡിനെ കഴുകിയെടുക്കണം. അതായത് ഒരു 3 മുതൽ 4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഈ സീഡിനെ കഴുകിക്കൊണ്ടിരിക്കണം. ഷെയ്ഡ് ഡ്രൈഡ് for 1 day followed by mild sun drying to reduce the moisture content to 7 to 8%.
അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ സീഡിനെ എടുത്തിട്ട് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മൈൽഡായിട്ടുള്ള ആദ്യം ഷെയ്ഡ് ഡ്രൈ ആണ് ചെയ്യേണ്ടത്. ഷെയ്ഡ് ഡ്രൈ ചെയ്തതിന് ശേഷം മൈൽഡായിട്ടുള്ള സൺ ഡ്രൈയും ചെയ്യാം. സൺ ഡ്രൈ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? മോയ്സ്ചർ കണ്ടൻറ്റ് 7 to 8% കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ടൊമാറ്റോയുടെ സീഡ് എക്സ്ട്രാക്ഷൻ. ഇനി നമുക്ക് ചില്ലിയെക്കുറിച്ച് നോക്കാം. ചില്ലിയുടെ സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ പഴുത്ത ചില്ലിയാണ് നമ്മൾ എടുക്കേണ്ടത്. ചില്ലിയുടെ ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ചില്ലിയുടെ കേസിൽ ഫെർട്ടിലൈസർ റിക്വയർമെൻ്റ് ആണ്. ഒരു സീഡ് നട്ട് അത് കംപ്ലീറ്റ് മെച്യൂറായ ഒരു ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നത് വരെ ആ പ്ലാന്റിന് എന്തൊക്കെ ഫെർട്ടിലൈസർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസൽ ആപ്ലിക്കേഷൻ, അതായത് സീഡ് നടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? മണ്ണിലേക്ക് 1 ഹെക്ടർ ഏരിയയിലേക്ക് 25 ടണ്ണ് FIM ഫാം യാർഡ് മാനുവർ 1 ഹെക്ടർ ഏരിയയിലേക്ക് 25 ടണ്ണ് അപ്ലൈ ചെയ്യും. അതോടൊപ്പം 140:70:70 kg NPK പെർ ഹെക്ടറും കൂടി അപ്ലൈ ചെയ്യണം. അതായത് 1 ഹെക്ടർ ഏരിയയിലേക്ക് 140 kg നൈട്രജൻ, 70 kg ഫോസ്ഫറസ് ആൻഡ് 70 kg പൊട്ടാഷ്യം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സീഡ് നട്ടിട്ട് മുളച്ച് വന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മുടെ ഫീൽഡിലേക്ക് നടും അല്ലേ. അപ്പോൾ ഫീൽഡിലേക്ക് നട്ട് കഴിഞ്ഞിട്ട് ടോപ്പ് ഡ്രസ്സിങ്, അതായത് സ്റ്റാൻഡിങ് ക്രോപ്പിലേക്ക് നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നതിനാണ് ടോപ്പ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ടോപ്പ് ഡ്രസ്സിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 50 kg നൈട്രജൻ 15 days ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞ് 15 ദിവസങ്ങൾക്ക് ശേഷം 50 kg നൈട്രജൻ അപ്ലൈ ചെയ്യുന്നു. ദെൻ 50 kg നൈട്രജൻ 45 days ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞ് 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു 50 kg നൈട്രജൻ, പിന്നെ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞ് 90ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു 40 kg നൈട്രജൻ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞ് 15 ദിവസം ആകുമ്പോൾ ഒരു 50 kg നൈട്രജൻ കൊടുക്കണം. 45ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു 50 kg നൈട്രജൻ കൂടി കൊടുക്കണം. പിന്നെ 90 ദിവസം ആകുമ്പോഴത്തേക്കും 40 kg നൈട്രജൻ കൂടി കൊടുക്കണം. ഇനി ഫോളിയർ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് at 65 and 75 days after transplanting, naphthalene acetic acid, that is NAA, at 20 ppm is sprayed to prevent flower dropping. ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞ് 65ാമത്തെ ദിവസവും പിന്നെ അത് കഴിഞ്ഞൊരു 10 ദിവസം കൂടെ കഴിഞ്ഞ് 75ാമത്തെ ദിവസവും നമ്മൾ 2 സ്പ്രേയിങ് ചെയ്യണം. എന്ത് വെച്ചിട്ടാണ് സ്പ്രേയിങ് ചെയ്യുന്നതെന്ന് അറിയാമോ? NAA, അതായത് നാഫ്താലിൻ അസറ്റിക് ആസിഡ് 20 ppm ആണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. എന്തിനാണെന്നറിയാമോ? ഈ 65 75 ഡേയ്സിലും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള 65 75 ഡേയിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലവർ വീണ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇതാണ് ടൊമാറ്റോയുടെ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് സ്മോൾ ഓണിയൻ്റെ കേസാണ് നോക്കേണ്ടത്. സ്മോൾ ഓണിയൻ്റെ റോഗിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോഗിങ് ഫോർ ക്വാളിറ്റി ബൾബ് പ്രൊഡക്ഷൻ. അതായത് ഒണിയൻ്റെ ബൾബ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റോഗിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മൾ എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ റിമൂവ് ചെയ്ത് കളയാണ് അല്ലേ. ഇൻ ദ ഓണിയൻ ഫീൽഡ് സംടൈംസ് അബ്നോർമൽ ഡിഫറൻസ് ഇൻ ഗ്രോത്ത് ഹാബിറ്റ്സ് ഇൻ സം പ്ലാന്റ്സ് മേ ബി നോട്ടീസ്ഡ്. ദിസ് ഷോ ദ അഡ്മിക്ചർ ഓഫ് സം അതർ വെറൈറ്റീസ്. This may very much affect the genetic purity and that particular onion seed crop, and ultimately the crop will not be fit for the seed crop. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഓണിയൻ ഫീൽഡിൽ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം, അബ്നോർമൽ ആയിട്ടുള്ള സീഡുകൾ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അഡ്മിക്ചേഴ്സ്, അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ കൂടെ ഫിസിക്കൽ പ്യൂരിറ്റി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ജനറ്റിക് പ്യൂരിറ്റി കുറഞ്ഞു പോകാനോ ചാൻസ് ഉണ്ടല്ലേ. പോളിനേഷൻ നടക്കുമ്പോഴത്തേക്കും അവിടെ ജീനിന് വ്യത്യാസം വന്ന് നമ്മുടെ ക്വാളിറ്റി ബൾബ് പ്രൊഡക്ഷൻ്റെ തടസ്സം വരാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന സീഡും കൂടി ഇതിൽ മിക്സഡ് ആയിപ്പോയിട്ട് വെജിറ്റേറ്റീവ് സീഡാണ് കേട്ടോ, ബൾബ് മിക്സ് ആയിപ്പോയിട്ട് നമ്മുടെ ഫിസിക്കൽ പ്യൂരിറ്റി കുറഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. For that, removal of off-type plants, weeds and disease infested plants is
known as rogging and it has to be done. അപ്പോൾ നോക്കിയേ, ഓഫ് ടൈപ്പ് പ്ലാന്റ്സ്, വീഡ്സ് അല്ലെങ്കിൽ ഡിസീസ് ഇൻഫെസ്റ്റഡ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എടുത്ത് കളയുന്ന ഒരു റിമൂവൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റോഗിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ടു അവോയ്ഡ് ദ ഫിസിക്കൽ കണ്ടാമിനേഷൻ. ഫിസിക്കൽ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ പോളിനേഷൻ ടൈമിലുള്ളതുണ്ടെങ്കിൽ ജനറ്റിക് കണ്ടാമിനേഷനും വരാൻ ചാൻസ് ഉണ്ട്. The rogging operation are to be taken at different stages, namely vegetative stage and after harvest. അപ്പോൾ നമ്മൾ വെജിറ്റേറ്റീവ് സ്റ്റേജിലും പിന്നെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലും എന്ത് ചെയ്യണം, റോഗിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ക്വാളിറ്റി ബൾബ് പ്രൊഡക്ഷൻ ബൾബിൻ്റെ ക്വാളിറ്റി പ്രൊഡക്ഷനിൽ റോഗിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 3rd യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ തന്നിരുന്ന ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം, ആ ടേബിൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓരോ ക്രോപ്പിൻ്റെയും എന്തെങ്കിലും ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ സ്പേസിങ്ങോ ഐസൊലേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് സീഡ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ഡ്രൈ ചെയ്യാന്ന് ഒന്ന് എടുത്ത് ചോദിച്ചാൽ നമുക്കത് പറയാൻ കഴിയണം. ഇപ്പോൾ കോട്ടൻ്റെ ആസിഡ് ലിമിറ്റിങ് ചോദിച്ചാൽ അത് എഴുതാൻ കഴിയണം. ഇപ്പോൾ സ്വർഗത്തിൻ്റെ സീഡ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ സീഡ് സ്റ്റോറേജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് എഴുതണം. പാഡി ഹൈബ്രിഡ്സിൻ്റെ ഐസൊലേഷൻ ഡിസ്റ്റൻസ് ചോദിച്ചാൽ എത്രയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ടേബിൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നാൽ വളരെ എളുപ്പം എഴുതാൻ കഴിയും. ഓക്കെ, താങ്ക് യു.